കെ.എസ്.ആർ.ടി.സി ജീവനക്കാരെ നിങ്ങളെ ഓർത്ത് ഞാൻ അഭിമാനം കൊള്ളുന്നു. മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഇന്നലെ പറഞ്ഞ വാക്കുകളാണിത്. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴാണ് ആഘോഷിക്കേണ്ടത് എന്നും മന്ത്രി ചോദിക്കുന്നുണ്ട്. അങ്ങനെ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ചോദിക്കാൻ കാരണങ്ങൾ പലതുണ്ട്. പ്രതിസന്ധിയിൽപ്പെട്ട് തകർന്നു പോകും എന്ന് കരുതിയെടുത്ത് നിന്ന് കെ.എസ്.ആർ.ടി.സി ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഇന്നലെ ഒറ്റ ദിവസത്തെ കളക്ഷൻ 13 കോടി രൂപയാണ്. അതുതന്നെയാണ് ചരിത്രപരമായ നേട്ടത്തിൻ്റെ നെറുകയിൽ കെ.എസ്.ആർ.ടി.സിയെ എത്തിച്ചതും. മന്ത്രി ഈ ജീവനക്കാരെ വിളിച്ച് അഭിമാനം കൊള്ളാനും അതുതന്നെയാണ് കാരണം. കണ്ണൂരിനും ആ നേട്ടത്തിൽ സുപ്രധാനമായ പങ്കുവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ ഡിപ്പോ ഓഫീസർ വി മനോജ് കുമാർ നമ്മളോടൊപ്പം, ട്രാൻസ്പോർട്ട് ഓഫീസർ വി മനോജ് കുമാർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വലിയ അഭിമാനകരമായ ഒരു നേട്ടം, ആ നേട്ടം ആഘോഷിക്കുകയാണ് നിങ്ങൾ. അക്ഷരാർത്ഥത്തിൽ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ തന്നെ ഈ ഓരോ ജീവനക്കാരെയും അതിൻ്റെ ഭാഗമാക്കി അദ്ദേഹം അഭിമാനം കൊള്ളുകയും ചെയ്യുന്നുണ്ട്. കെ.എസ്.ആർ.ടി.സി ഉയർത്തെഴുന്നേൽക്കുകയാണോ? കെ.എസ്.ആർ.ടി.സി കുറച്ച് കാലങ്ങളായി വൻ മുന്നേറ്റം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന ക്രിസ്മസ് അവധിക്കാലത്ത് നമ്മുടെ കെ.എസ്.ആർ.ടി.സി ഉദ്ദേശിച്ചത് നമുക്ക് 11 കോടി രൂപയുടെ കളക്ഷൻ വേണമെന്നാണ് നമ്മൾ ബഹുമാനപ്പെട്ട CMD നമ്മോട് ആവശ്യപ്പെട്ടത്. അതുപ്രകാരം തന്നെ എല്ലാ ദിവസവും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ ടൂറ്, അതുപോലെ അഡീഷണൽ ബാംഗ്ലൂർ എല്ലാം തന്നെ നമ്മൾ നല്ല രീതിയിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ കെ.എസ്.ആർ.ടി.സി നമുക്ക് എല്ലാ ദിവസവും ശരാശരി തന്നുകൊണ്ടിരുന്നത് ഏകദേശം കണ്ണൂർ ഡിപ്പോയിൽ 21,51,000 ടാർഗറ്റായിരുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട CMD നമ്മൾ ആവശ്യപ്പെട്ടത് നിങ്ങൾ 25 ലക്ഷം ഉണ്ടാക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. അത് നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ ബസ്സുകൾ ഓടിച്ചാൽ നമുക്കൊരിക്കലും ആ നേട്ടം എത്തിപ്പെടാൻ സാധിക്കില്ല. എന്നാൽ നമ്മൾ അതിനുവേണ്ടി പ്രത്യേക തയ്യാറെടുപ്പെടുത്തു. BTC ടൂറ് ഏകദേശം നമുക്കറിയാം കണ്ണൂർ ജില്ലയിൽ ഏറ്റവും നല്ല രീതിയിൽ ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന യൂണിറ്റാണ് കണ്ണൂർ. ഏകദേശം 6-8ഓളം ടൂറുകൾ വിവിധ സ്ഥലങ്ങളിലേക്ക്, ഏകദേശം ആ ഇനത്തിൽ മാത്രം ഇന്നലത്തെ കളക്ഷൻ നമുക്ക് 3 ലക്ഷത്തിന് മുകളിലാണ്. അതുപോലെ തന്നെയാണ് ബാംഗ്ലൂരിലേക്കുള്ള അഡീഷണൽ ബസ്സുകൾ. കാരണം നമുക്കറിയാം യാത്രക്കാർ ബാംഗ്ലൂരിലെല്ലാം പോകുമ്പം ഈ ടൂറിസ്റ്റ് ബസ്സിൻ്റെ എല്ലാം കഴുത്തറപ്പൻ റേറ്റിൽ നിന്നും നമ്മൾ ഓരോ ബസ് ഇടുമ്പോഴും അത് ഫുള്ളാകുമ്പോൾ അടുത്ത ബസ് കൊടുത്തിട്ട് ഏകദേശം 8 ബസ്സുകളാണ് ഈ ദിവസങ്ങളിൽ അഡീഷണൽ ബാംഗ്ലൂർ ഓടിച്ചത്. അതിൻ്റെ ഭാഗമായി തന്നെ 3 ലക്ഷം റുപ്യക്ക് നമ്മൾ അത് കിട്ടി. അങ്ങനെ എല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് 23,40,45,000 രൂപ കളക്ഷൻ. ഏകദേശം നമ്മൾ വിചാരിച്ച കളക്ഷൻ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ 100% മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട CMD ഇന്നലെ നമ്മളെ വിളിച്ച് പ്രത്യേക അഭിനന്ദനം, ജീവനക്കാർക്ക് എല്ലാ അഭിനന്ദനവും കൊടുത്തിട്ടുണ്ട്. എന്തായാലും കെ.എസ്.ആർ.ടി.സി ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെടുക്കുന്ന കാഴ്ച തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്? എന്താണ് ഇനിയും മുന്നോട്ടേക്ക് തന്നെ ആ ലക്ഷ്യം എന്താണ്? മന്ത്രിയൊക്കെ എന്താണ് പറയുന്നത്? ഇന്നലെ നമ്മൾ ബഹുമാനപ്പെട്ട CMD അവിടെ എല്ലാവർക്കും ഇങ്ങനെ ആശംസ അറിയിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നമുക്കിനി ശരാശരി ഇപ്പം പ്രത്യേകിച്ച് സീസൺ എന്നല്ല, എന്നാലും എല്ലാ ദിവസവും ശരാശരി 9 കോടി റുപ്യാണ് കെ.എസ്.ആർ.ടി.സി പ്രതിദിന വരുമാനം. അതിൻ്റെ ഭാഗമായി തന്നെ എല്ലാ ദിവസവും കെ.എസ്.ആർ.ടി.സി കണ്ണൂർ ഡിപ്പോ 21 ലക്ഷം എന്നുള്ളൊരു ടാർഗറ്റ് നേടിയെടുക്കണമെന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ നമ്മളിപ്പോൾ കണ്ണൂർ ഡിപ്പോ നമ്മൾ പ്രത്യേകിച്ച് പരാതികളില്ലാതെ പോകുന്ന ഡിപ്പോ ആണ് കണ്ണൂർ. കാരണം സർവീസുകളെല്ലാം തന്നെ മലയോര മേഖല അടക്കമുള്ള എല്ലാ സർവീസുകളും ക്യാൻസലേഷൻ ഇല്ലാതെ തന്നെ പോകുന്നുണ്ട്. ഇനി ശബരിമല സീസൺ കഴിഞ്ഞ പാടെ തന്നെ നമുക്ക് ഏകദേശം ഒരു 6ഓളം പുതിയ സ്വിഫ്റ്റ് പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ട്രിവാൻഡ്രത്തേക്കാണ് ഓടിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നല്ലൊരു മുന്നേറ്റം അടുത്ത ദിവസങ്ങളിലായിട്ട് ഉണ്ടാവും. എന്തായാലും ഇപ്പോൾ ഈ ബസ്സുകളുടെ കുറവ്, അത് റൂട്ട് ഓടിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ അതൊക്കെ നേരിടുന്നുണ്ടോ? നമുക്ക് കണ്ണൂർ ഡിപ്പോയിൽ ബസ്സുകളില്ലാത്തതോ ജീവനക്കാരില്ലാത്ത പ്രശ്നം നിലവിൽ നേരിടുന്നില്ല. നമ്മൾ 9 ബസ്സുകൾ ഇപ്പോൾ ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്. അതുകൂടെ സ്പെയർ ബസ്സുകളാണ് പോയത്. ആ ബസ്സുകൾ പോയതുകൊണ്ട് തന്നെ നമ്മളൊരു റൂട്ടിൽ ക്യാൻസൽ ചെയ്തിട്ടില്ല. അഡീഷണൽ ബസ് ഓടിക്കുന്നതല്ലാതെ ഒരു യാത്രാ പ്രശ്നവും നിലവിൽ കണ്ണൂർ ഡിപ്പോ സംബന്ധിച്ചില്ല. ഈ ഇപ്പോൾ ഒരു ദിവസത്തെ കളക്ഷൻ എന്നുള്ളത് നിങ്ങളുടെ എല്ലാ അഡീഷണൽ എല്ലാം കൂട്ടി 13 കോടിയിൽ എത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ഇത് നിലനിർത്താൻ, ആ 13 കോടി തന്നെ നിലനിർത്താനുള്ള എന്തെങ്കിലും സാഹചര്യമുണ്ടോ? എന്താണ് ഈ 13 കോടിയിലേക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഇത് എത്തിപ്പെട്ടത്? 13 കോടി എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ഈ ക്രിസ്മസ് വെക്കേഷനും അതുപോലെയുള്ള ഈ സീസണാണ് ഇപ്പോൾ പ്രത്യേകിച്ചുള്ളത്. അതിൻ്റെ അവിടെ സ്കൂൾ അടവിൻ്റെയും ആ യാത്രക്കാരുടെ ബാഹുല്യമാണ് നമ്മൾ പോലും പ്രതീക്ഷിച്ചത് 11 കോടിയാണ്. അതിന് മുകളിൽ 13 കോടിയിലേക്ക് എത്തിയത് അതിൻ്റെ പ്രത്യേകതയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതേപോലെ ഈ ഞായറാഴ്ചകളിൽ പോലെ അവധി ദിവസങ്ങളിലാണ് കൂടുതൽ കളക്ഷൻ കിട്ടുക. 13 കോടി ഈ സീസണിൻ്റെ പ്രത്യേകത കൊണ്ട് മാത്രം കിട്ടിയതാണ്. ഒത്തുപിടിച്ചാൽ നമുക്ക് മലയും പോരും എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഏകദേശം എല്ലാ ജീവനക്കാരും വളരെ ആത്മാർത്ഥമായി തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ നമ്മൾ CMD പറയും പോലെയും എല്ലാ ജീവനക്കാരും ഇപ്പം സന്തോഷത്തിലാണ്. കാരണം നമുക്കറിയാം പണ്ട് കുറച്ച് മുന്നേലെ ശമ്പളം പല ഗഡുക്കളായിട്ടും ചിലപ്പോൾ 2 മാസം കിട്ടാതെയും ഈ ശമ്പളത്തിന് കുറേ കൂപ്പൺ എന്ന് പറഞ്ഞ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ മന്ത്രി വന്നതിന് ശേഷം നമുക്ക് 1-ാം തീയതി ആണ് അവധിയാണെങ്കിൽ ആ ശമ്പളം അതിന് തൊട്ട തലേ ദിവസം തന്നെ 30-ഓ 31-ഓ കിട്ടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജീവനക്കാർ ആ രീതിയിൽ തന്നെ വളരെ സംതൃപ്തരാണ്. അതുപോലെ ബഹുമാനപ്പെട്ട CMD മന്ത്രി പറഞ്ഞ പോലെ തന്നെ
ഇപ്പോൾ നമ്മളോട് പല സ്ഥലത്തും പോയി കഴിഞ്ഞാൽ യാത്രക്കാരായാലും പൊതുജനമായി ചോദിക്കുന്നത് നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ, KSRTC രക്ഷപ്പെട്ടല്ലോ, നിങ്ങൾ രക്ഷപ്പെട്ടോ എന്നാണ്. അല്ലാതെ നിങ്ങൾ പൂട്ടുവാണല്ലോ, നിങ്ങൾ ഇനി എന്താ സ്ഥിതി, ഭാവി എന്താണെന്ന് ചോദിക്കുന്ന സ്ഥിതിയില്ല. അക്കാര്യത്തിലെല്ലാം തന്നെ ജീവനക്കാർ ഒരു കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നും എല്ലാം കൊണ്ട് നമ്മൾ സംതൃപ്തരായതിൻ്റെ ഗുണമാണ് പൊതുവെ ഈ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട രഹസ്യം. ഈ KSRTC ജീവനക്കാർ എന്നൊക്കെ പറയുമ്പോൾ ഒരു തലകുനിച്ച് നിന്നെടുത്തു നിന്നും തല ഉയർത്തി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഈ ബഹുമാനപ്പെട്ട മന്ത്രി വന്നതിന് ശേഷം പല കാര്യങ്ങളും നമുക്കറിയാം, കുറേ പുതിയ വണ്ടികളും പുതിയ ആശയങ്ങളും നൂതന ആശയങ്ങളും ഇപ്പം നമുക്ക് ട്രാവൽ കാർഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഈ ബഡ്ജറ്റ് ടൂർ ആയാലും ടൂറിന് പുതിയ വണ്ടികൾ കൊടുത്തിട്ടുണ്ട്. എല്ലാം കൊണ്ടൊരു നല്ല ഊർജ്ജം ജീവനക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട മന്ത്രി നമ്മളെല്ലാ മീറ്റിങ്ങിലും അല്ലെങ്കിൽ ഇപ്പം പൊതുവെ പത്രസമ്മേളനത്തിൽ പോലും ജീവനക്കാരെ മുഖവിലക്ക് എടുത്തുകൊണ്ടുള്ള അഭിപ്രായമാണ് പൊതുവെ പറയുന്നത്. ജീവനക്കാർ ഏറ്റവും നന്നായിട്ടാണ് പറയുന്നത്. അതിൻ്റെ മാറ്റം പ്രിയപ്പെട്ട തൊഴിലാളികളിൽ കാണുന്നുണ്ട്. ശമ്പളം കിട്ടാത്ത ഒരു പ്രശ്നം ഇപ്പോൾ ആർക്കുമില്ല, നിലവിലില്ല. ശമ്പളം നമുക്കിപ്പോൾ 1-ാം തീയതി അവധിയാണെങ്കിൽ അത് ശമ്പളം 31-ആണോ 30-ആണോ തലേ ദിവസം വരുന്നത്, ആ ദിവസം നിലവിൽ നമുക്ക് ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതൊരു സ്വപ്നമായിരുന്നില്ലേ നിങ്ങളുടെ? അത് വളരെ നമുക്കത് ഏത് ഒരു ബാങ്കിൽ പോയാലോ മറ്റു സ്ഥലത്ത് പോയാലോ എല്ലാ സ്ഥലത്തും ഒരു അവഹേളിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഓരോ ബസ് യാത്രക്കാരൻ പോലും നിങ്ങൾക്ക് കിട്ടിയോ, ശമ്പളം കിട്ടിയോ എന്ന് ചോദിക്കുന്ന അവസ്ഥയുണ്ട്. അതിപ്പോൾ നിലവിൽ ആ സാഹചര്യമില്ല. എന്തായാലും ജീവനക്കാർ നല്ല ഹാപ്പി തന്നെയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിലേക്ക് KSRTC പോവുകയാണ്. ലാഭകരമായ ഒരു പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള രീതിയിലേക്ക് KSRTC വരികയാണോ? വളരെ പറഞ്ഞാൽ 100% ശരി തന്നെയാണ്. കാരണം വെച്ചാൽ പുതിയ ബസ്സുകൾ കൂടി ഇനി വരുമ്പം അതിൻ്റേതായ മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാകും KSRTCക്ക്. വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ മാറ്റങ്ങളും അതെല്ലാം കൊണ്ട് പ്രതീക്ഷിക്കാം. എന്തായാലും വലിയ രീതിയിലുള്ള മുന്നേറ്റം, ഓരോ ജീവനക്കാരനും അഭിമാനിക്കാവുന്ന നേട്ടം, അതാണ് KSRTCയിൽ ഉണ്ടായിരുന്നത്. എന്തായാലും നിങ്ങളൊക്കെ ഹാപ്പിയല്ലേ? ഹാപ്പിയാണ്. അപ്പോൾ ഒത്തുപിടിച്ചാൽ മലയും പോലും KSRTCയും പോലും ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. നമ്മളെ ടൂറിൻ്റെ ഞാൻ ഇവിടെ കോർഡിനേറ്ററാണ്. അപ്പോൾ ടൂറാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വരൂ, ടൂറിനെ പറ്റി പറയും. നമ്മളെ ഇപ്പം ഇവിടുന്ന് പിന്നെ വെള്ളിയാഴ്ച പോയി തിങ്കളാഴ്ച വരുന്ന ടൂറുകളാണ് കൂടുതലുള്ളത്. പിന്നെ വീക്കെൻഡിൽ വരുന്ന ഇതുമുണ്ട്. അതിൻ്റെ കൂടി കളക്ഷനാണ് ഇപ്പം ഇതിനകത്ത് വന്നിട്ടുള്ളത്. ടൂറ് എന്നുള്ളത് ഒരു പുത്തൻ ആശയം. അതായത് വലിയ പൈസയൊന്നും വേണ്ടാതെ ഒരു ചെറിയ നമ്മുടെ കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും പോയി വരാൻ പറ്റുന്ന രീതിയിൽ ഒരു ടൂറ്, അതാണ് നിങ്ങളുടെ ആശയം. അതിനോട് ജനങ്ങളൊക്കെ തന്നെ സഹകരിച്ച് നിൽക്കുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മൾ പോകുന്നതിൽ വരുന്ന ഈ സ്ഥിരമായിട്ട് വരുന്ന യാത്രക്കാർ തന്നെയാണ് കൂടുതലും ഉള്ളത്. കാരണം വീട്ടിലൊക്കെ റിട്ടയർമെൻറ്റിന് ശേഷം വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമായിട്ട് നിൽക്കുന്ന അങ്ങനെയുള്ള യാത്രക്കാരാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ചെറുപ്പക്കാരും പ്രത്യേകമായിട്ട് തന്നെ വരുന്നുണ്ട്. നമ്മളൊരു ട്രിപ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാ ട്രിപ്പിലും പോയതിന് ശേഷം മാത്രമേ ആൾക്കാർ നിൽക്കുന്നുള്ളൂ. പുതിയ ട്രിപ്പ് ഏത് കിട്ടാത്തതെന്നും പറഞ്ഞിട്ട് എപ്പോഴും ആവശ്യപ്പെടുമായിരുന്നു, പുതിയ നിങ്ങൾ തുടങ്ങുന്നില്ല എന്ന് വെച്ചിട്ട്. അതാണ്. എവിടെയൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായും പോകുന്നത്? നമ്മൾ മൂന്നാറിലേക്കുണ്ട്, പിന്നെ ഗവിയിലേക്കുണ്ട്. അതൊക്കെ 2 ദിവസം ഇതായിട്ടുള്ളതാണ്. പിന്നെ നെല്ലിയാമ്പതി, വാഗമൺ, ഇല്ലിക്കക്കല്ലി, ഇലവീഴ, പൂഞ്ചിറ, അതൊക്കെയുള്ള ട്രിപ്പുകളുണ്ട്. പിന്നെ വൺ ഡേ ട്രിപ്പുകൾ വയനാട്ടിലേക്കും പിന്നെ നിലമ്പൂർ, അതുപോലെ തന്നെ കോഴിക്കോട് ട്രിപ്പുകളുണ്ട്. അതൊക്കെ വൺ ഡേ ട്രിപ്പ്. പിന്നെ ഇങ്ങോട്ട് റാണിപുരം ആ ഏരിയയിലേക്കും ഉണ്ട്. പൈതൽമല, ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം, പാലക്കൈനട്ട്, ഇങ്ങനെയൊക്കെയുള്ള വൺ ഡേ ട്രിപ്പുകളിലും നല്ല പങ്കാളിത്തമാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയത്, ഈ കുടിവെള്ളമൊക്കെ വരികയാണ് KSRTCയുടെ, അത്തരം പദ്ധതികളും ഉണ്ട്. അടിമുടി മാറ്റം, ഒരു ഹൈടെക് സംവിധാനത്തിലേക്ക് KSRTC പോകുന്നു. ഇനിയിപ്പോൾ നമുക്ക് വലിയ രീതിയിലുള്ള ബസ്സുകളൊക്കെ ഇറക്കാൻ പോവുകയാണ്. ഒരു ബിസിനസ് ക്ലാസ് ബസ്സുകളൊക്കെ വരാൻ പോവുകയാണെന്നാണ് മന്ത്രി പറയുന്നത്. അടിമുടി മാറുകയാണ് KSRTC. നമ്മുടെ ഇപ്രാവശ്യം ഈ ന്യൂ ഇയറിന് ആഘോഷം നമ്മൾ KSRTC നമ്മൾ കണ്ണൂർ ഡിപ്പോയിലടക്കം വളരെ രീതിയിൽ യാത്രക്കാർക്കിടെ കേക്ക് മുറിച്ചിട്ടാണ് ആഘോഷിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രി പല നൂതന ആശയങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതെല്ലാം തന്നെ ഇതുവരെ കൊണ്ടുവന്ന എല്ലാ ആശയങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ ബസ്സുകൾ വരുന്നുണ്ട്, അത് എറണാകുളം, തിരുവനന്തപുരം റൂട്ടിലാണ് വരുന്നതെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഭാവിയിൽ നമുക്ക് ഇങ്ങോട്ട് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ടൂറിനെ കുറിച്ചിട്ട് ഇപ്പം നമ്മളെ സഹപ്രവർത്തകർ പറഞ്ഞ പോലെ, കാരണം ടൂറ് കണ്ണൂരിൽ ഡിപ്പോയിൽ ഏറ്റവും കൂടുതൽ വിജയിച്ചൊരു സാധനമാണ് ടൂറ്. കാരണം ഒരാഴ്ചയിൽ തന്നെ 4 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ടൂറിനായിട്ട് പൈസ കളക്ഷൻ കിട്ടുന്നുണ്ട്. അത് നമുക്ക് കുറേ കുടുംബങ്ങൾ തന്നെ നമ്മളിപ്പം KSRTC ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ഒരിക്കലും KSRTC യാത്ര ചെയ്യുകയോ KSRTC കണ്ട ഭാഗത്ത് വരാത്തവർ പോലും ടൂറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുടുംബമായി മാറിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ടത് നമ്മൾ പോകുന്ന ജീവനക്കാരുടെ ആ ഒരു ഇതാണ്. കാരണം വെച്ചാൽ ആ പോകുന്ന ജീവനക്കാരെ ഒരു കുഴപ്പമില്ലാതെ പോയിട്ട് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഈ ടൂറിൽ അധികം പങ്കെടുക്കുന്നത് നമുക്കറിയാം, വീട്ടിൽ മക്കളൊന്നും നാട്ടിലില്ലാതെ വളരെ ഇതായി നിൽക്കുന്നവരെ, ഒറ്റപ്പെട്ടിരിക്കുന്നവരാണ് ഈ ടൂറിൻ്റെ. നമ്മൾ കോവിഡ് സമയത്താണ് ആരംഭിച്ചെങ്കിലും ഇപ്പം 3-4 വർഷമായിട്ടുണ്ടെങ്കിൽ ഏകദേശം 1000-ന് മുകളിൽ ടൂറായി വളരെ നല്ല രീതിയിൽ. കാരണം നമുക്ക് ഒരു ടൂർ
ഇപ്പം അടുത്ത ആഴ്ച പ്രോഗ്രാം ചെയ്ത് ഏത് ടൂറാണോയെങ്കിലും അതിന് വളരെ രീതിയിൽ വിജയിക്കുന്നുണ്ട്. എന്തായാലും ടൂർ ഒരു മാസം 30 ലക്ഷം റുപ്യയാണ് നമ്മൾ ടാർഗറ്റ്. ആ 30 ലക്ഷം പൂർത്തിയാക്കാൻ നമുക്ക് മിക്കവാറും സാധിക്കാറുണ്ട്. ഇനിയും വരും ദിവസങ്ങളിൽ നമ്മൾ പ്രധാനപ്പെട്ട ഊട്ടി, അതുപോലെ കൊടൈക്കനാൽ, മൈസൂർ എന്നുപോലത്തെ ടൂറിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അത് എന്തായാലും നമ്മൾ 2 ടൂറിൻ്റെ തൻസീറാണ് അതിൻ്റെ ജില്ലാ കോർഡിനേറ്റർ, രാജേഷാണ് നമ്മളെ യൂണിറ്റ് കോർഡിനേറ്റർ. അവരും ഈ യാത്രക്കാർ നല്ല രീതിയിലുള്ള ബന്ധവും അതുപോലെ ടൂർ പോകുന്ന ഡ്രൈവേഴ്സും കണ്ടക്ടേഴ്സും എല്ലാം നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നമുക്കിത് വിജയിപ്പിക്കാൻ പരമാവധി സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ KSRTC ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സംവിധാനവും അതും ഹിറ്റായി വരികയാണ്. പയ്യന്നൂർ ഡ്രൈവിംഗ് സ്കൂൾ ഇപ്പം നമ്മളെ ഇവിടെ ജില്ലയിൽ പയ്യന്നൂരാണുള്ളത്. അവിടെ ഇപ്പം അഡ്വാൻസ് ബുക്കിംഗ് ആണ്. കാരണം നമുക്കറിയാം സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂൾ പോലെയല്ല. കാരണം ഒരു പഠിതാവ് വന്നാൽ അയാളെല്ലാം പഠിപ്പിച്ച് അയാൾ സ്വന്തമായിട്ട് വണ്ടി എടുത്ത് കൊണ്ടുപോയിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് എടുത്ത് അയാൾ സ്വന്തമായി വീട്ടിലേക്ക് കാർ ഓടിച്ച് പോകുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. കാരണം മറ്റ് സ്വകാര്യ പോലെ ആകെ 10 മിനിറ്റ് ക്ലാസ് കൊടുത്തോ അല്ലെങ്കിൽ 10 മിനിറ്റ് വണ്ടി ഓടിച്ചൊരു ദിവസം കളയുന്നല്ല. ഏകദേശം ഒരു 10-40ഓളം ക്ലാസ്സുകൾ അവർക്ക് കൊടുത്തിട്ട് അവരെ നല്ലൊരു ഡ്രൈവറാക്കി മാത്രമേ പുറത്തിറക്കുള്ളൂ. കാരണം എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ നിങ്ങൾ എവിടെയാണ് ഡ്രൈവിംഗ് പഠിച്ചെന്നോ KSRTCയിലാന്ന് ഒരിക്കലും പറയിപ്പിക്കാത്ത രീതിയിൽ ഒരു നല്ല ഡ്രൈവർ, ഹെവി ലൈസൻസിനെല്ലാം ഇപ്പം പയ്യന്നൂർ ക്യൂ ആണ്. എല്ലാ ആളുകളും വനിതകളടക്കം ഹെവി എടുത്തിട്ടുണ്ട്. നല്ലൊരു മുന്നേറ്റമാണ്. പയ്യന്നൂർ ഇപ്പോഴാണ് ഇതിനിപ്പോൾ സൗകര്യമുള്ളത്. നല്ലൊരു വിജയമായിട്ട് അതും മാറിയിട്ടുണ്ട്. ഒരു മന്ത്രിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നാം പലപ്പോഴും ചോദിക്കാറുണ്ട്. പക്ഷേ KSRTCയിൽ KB ഗണേഷ് കുമാർ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ, അതോടൊപ്പം ഈ KSRTCയെ ഉയർത്തിക്കൊണ്ടുവരാൻ എടുത്ത അദ്ദേഹത്തിൻ്റെ എഫേർട്ടുകൾ, ഇതൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ അഭിമാനിക്കാം മന്ത്രി KB ഗണേഷ് കുമാർ നിങ്ങൾക്ക്. കാരണം തകർന്നു പോകും എന്ന് കരുതിയെടുത്തു നിന്നാണ് KSRTCയെ നിങ്ങൾ കൈപിടിച്ച് ഉയർത്തിയത്. ഈ ജീവനക്കാർ ഒന്നടങ്കം നിങ്ങൾക്ക് പിന്നിൽ അണിനിരക്കാനുണ്ടായ കാരണങ്ങളും നമുക്കറിയാം. അപ്പോൾ KSRTC മാറുകയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ ആഘോഷിക്കേണ്ടതെന്ന് മന്ത്രി ചോദിച്ചത് അക്ഷരാർത്ഥത്തിൽ ശരിയുമാണ്. നിങ്ങൾ ആഘോഷിക്കുക. KSRTCക്കൊപ്പം ഈ നാടൊന്നാകെയുണ്ട് മന്ത്രി KB ഗണേഷ് കുമാറിന് ഒപ്പവും. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.